ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗേൾസ് ഔട്ടിംഗ് വ്ളോഗാണ്. ഗേൾസ് ഔട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവൽ അപാരത എന്നൊക്കെ വേണമെങ്കിൽ ഷോർട്ടാക്കിയിട്ട് വിളിക്കാം. ഞങ്ങളുടെ ആനുവൽ ഡേ വ്യാഴാഴ്ചയാണ്, ഞങ്ങൾ ഈ പോണത് ശനിയാഴ്ചയാണ്. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഡേ നോക്കിയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒഴിവുള്ള ദിവസം നോക്കിയിട്ട് തന്നെ അത് ഫിക്സ് ചെയ്തത്. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് പട്ടാമ്പി സ്റ്റുഡിയോക്കാണ്. അവിടെ കയറിയിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോരാമെന്നായിരുന്നു. അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ വേറൊരു ഡ്രസ്സിൻ്റെ കട ഉണ്ട്, പേരൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു കണ്ട പരിചയത്തിൽ പിന്നെ ഞങ്ങൾ പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇപ്പോൾ ഇരിക്കുന്നതാണ് സന. ഞങ്ങൾ എന്തൊക്കെ കടന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്താണ് ഈ പറയുന്നതെന്ന്. കണ്ടതൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കയറി പറയാം, അതന്നെയാണ് മെയിൻ പരിപാടി. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി. അവിടെ എത്തിയപ്പോൾ മെയിനായിട്ട് സ്വെറ്റേഴ്സ് എന്ന് എല്ലാവരും നോക്കിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ടീഷർട്ട്സ് നോക്കുമ്പോൾ ആർക്കും അതിനെ പറ്റിയതുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സ്വെറ്റേഴ്സ് നോക്കാമെന്ന് വിചാരിച്ചു. ബോയ്സ് സെക്ഷൻസിലാണ് അധികം സ്വെറ്റർ കളക്ഷൻസ് ഉണ്ടായിരുന്നത്. അവിടെ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. അവിടെ പോയപ്പോൾ സ്വെറ്ററും ആർക്കും പറ്റുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യമുള്ള ആക്സസറീസ് വാങ്ങിയിട്ട് അങ്ങനെ ഡ്രസ്സ് എടുക്കാതെ പോവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പേരറിയാത്ത കടയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കണ്ട അറിയാം, എവിടെയെന്നും അറിയാം, പക്ഷേ പേര് മാത്രം അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ ഒരു എയിം വെച്ചിട്ടാണ് പോണത്, കാരണം ഞാനാണ് ആ കട പറഞ്ഞു കൊടുത്തത്. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാ. ഞങ്ങളാണെങ്കിൽ നടന്നിട്ടാണ് പോണത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ നടക്കാനും ഉണ്ട്. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അവിടെ എത്തിയപ്പോഴായിരുന്നു അടുത്ത ട്വിസ്റ്റ്. കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ 3/4 മണിക്കൂറോളം നിന്നു. അവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ വരുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടാന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ആളുടെ ഒരു വിവരമില്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് സാമിയക്ക് പോയി. സാമിയ ആ കടറെ കുറച്ചങ്ങോട്ട് പോയിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മേ ബി അവിടുന്ന് കിട്ടിയാലോ എന്നുള്ള രീതിക്ക് പോയതാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ജെൻ സെക്ഷനിൽ അത്യാവശ്യം ഞങ്ങൾ വിചാരിച്ച ആ ഒരു കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടി. എല്ലാവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ പോയപ്പോൾ അവിടെ സ്വെറ്റേഴ്സാണ്, അധികം അങ്ങനെ സ്വെറ്റേഴ്സ് ഇടുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ അത് പിന്നെ ഒരു വട്ടേ ഇടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് സ്വെറ്ററിൽ നിന്ന് ടീഷർട്ടിലോട്ട് ചാടിയത്. അങ്ങനെ ഞങ്ങൾ ക്യാഷൊക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. എല്ലാവരും നല്ല വീണ്ടും ടയേർഡായിരുന്നു. കാരണം ഞങ്ങൾ ആ ടൈമിൽ നിന്നപ്പോൾ ഡ്രസ്സ് എടുത്തതിന് ശേഷം എന്തെങ്കിലും കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ചതിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. എല്ലാവരും ടയേർഡായതുകൊണ്ട് തന്നെ ഫുഡ് അതായിരുന്നു മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ എത്തി. സംസാരത്തിൻ്റെ ഇടയിൽ ആ കാര്യയെ മറന്നു പോയിട്ടുണ്ടായിരുന്നു.
ഇനി അടുത്തത് എന്താ, വീട്ടിൽ പോവാ. അതന്നെ, ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. പിന്നെന്താ, ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അടുത്ത ട്വിസ്റ്റ്, വരുന്നതൊക്കെ KSRTC, ഷൊർണൂർ, പാലക്കാട് അങ്ങനെ പോകുന്ന ഓരോ വണ്ടികളായിരുന്നു. വല്ലപ്പോഴേക്ക് പോകുന്ന വണ്ടി മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ തരം സ്ഥലത്തേക്ക് പോകുന്ന ബസ്സും ഉണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ആകെ ടയേർഡായി. അപ്പോഴാണ് ഇപ്പം വിളിക്കുന്നത്, ഞാൻ അവിടെ എടുക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പാൻ്റെ ഒപ്പമായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം വന്നു, ഞങ്ങൾ വണ്ടി കയറിയിട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ ഗേൾസ് ഔട്ടിംഗ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്.